63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പൊടിക്കാൻ തലസ്ഥാനം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. നമ്മളും അത് റിപ്പോർട്ട് ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കൗമാര കലാപൂരം കൊട്ടിക്കയറാൻ ഇനി ഒറ്റ ദിവസത്തിന്റെ അകലം മാത്രമേ ഉള്ളൂ. 25 വേദികളിലായി ഒരാഴ്ചയാണ് കലോത്സവം. അതിനിടെ കാസർഗോട്ട് നിന്ന് പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് നാളെ തിരുവനന്തപുരത്തെത്തും. കലയുടെ പൂരത്തിന് തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. 25 വേദികളിലായി 249 ഇനങ്ങൾ. ഓരോ വേദിക്കും പുഴയുടെ പേര്. ആ ഓളത്തിന്റെ താളം പിടിക്കാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. കലാവേശത്തിലേക്ക് തലസ്ഥാന നഗരി കടന്നു കഴിഞ്ഞു. താളവും വർണ്ണങ്ങളും നിറച്ച കലാമേളയ്ക്ക് എത്തുന്നവരെ വരവേൽക്കാനും സുസജ്ജം. വേദികളിലായി 249 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകളാണ് കലോത്സവത്തിലെത്തുന്നത്. നിള മുതൽ കരമനയാർ വരെ വേദിക്ക് പേര്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയിൽ പന്തൽ നിർമ്മാണം അവസാനവട്ടത്തിലെത്തി. ഇനി കലവറയിലെത്തിയാൽ രുചിക്കൂട്ട് നൽകാൻ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ഒരേ സമയം 4,000 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാകുന്ന വിധത്തിലാണ് ക്രമീകരണം. വിദ്യാർത്ഥികൾക്ക് വേദികളിലേക്ക് എത്താൻ പ്രത്യേക QR കോഡ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കലോത്സവത്തിനെത്തുന്നവരെ വരവേൽക്കാൻ KSRTC ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പ്രത്യേക കൗണ്ടറുകളും ഒരുങ്ങുന്നു. പോലീസ് സുരക്ഷയും ഉറപ്പുവരുത്തും. അതിനിടെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് പുറപ്പെട്ട സ്വർണ്ണക്കിരീടം നാളെയോടെ തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ സ്വീകരിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.